എല്ലാവർക്കും നമസ്കാരം. ചില ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നിനും കൃത്യമായിട്ട് ഉത്തരം ചിലപ്പോൾ നമുക്ക് നൽകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ദൈവമുണ്ടോ എന്നാണ്. ഇപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് ദൈവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ചോദിക്കും, ചിലപ്പോൾ പറയും ഏതാണ് ആദ്യം ഉണ്ടായത്, ഭൂമിയിൽ ഏത് സ്ഥലമാണ് ആദ്യം ഉണ്ടായത്, ആദ്യം മനുഷ്യൻ്റെ ആദ്യത്തെ ഭാഷ എന്തായത്. ഇതൊക്കെ നമ്മൾ ആരോ പറഞ്ഞറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ ചില തെറ്റുകളുണ്ടാവാം. ആരോ ഒരു ഭാഷ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു, അത് അയാൾക്ക് തോന്നിയ രീതിയിലുള്ള ലിപികളുണ്ടാക്കി അത് കൈമാറി 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 നമ്മളിന്ന് സംസാരിക്കുന്ന പല പല ഭാഷകളായിരിക്കുന്നു. നമ്മുടെ ചെറുപ്പത്തിലെ ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഈ എന്നൊക്കെ പറഞ്ഞ പോലെ ഒച്ചയെടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കേട്ട് പരിചയിച്ച ഭാഷയിലാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി തൻ്റെ ശബ്ദത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു. അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആ ഈ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ, ഞാൻ മലയാളമാണ് പറയുന്നത്, വേറെ ഏതെങ്കിലും ഭാഷ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് സാധിക്കില്ല, പക്ഷെ സംസാരിക്കാൻ സാധിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എഴുത്ത് വരുന്നത് കുറേ കാലങ്ങൾ കഴിഞ്ഞൊരു മാറ്റം സംഭവിക്കുന്ന കാര്യമാണ്. എഴുത്ത് അല്ലെങ്കിൽ ചില ലിപികൾ, ഇനി അക്ഷരങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പോൾ നമ്മൾ പറഞ്ഞുള്ളത് നമ്മൾ കേട്ടാണ് കേൾക്കുന്നതും കാണുന്നതുമാണ് നമ്മൾ അനുകരിക്കുന്നതും ആവർത്തിക്കുന്നതും. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ ദൈവമുണ്ട്, ഇങ്ങനെ അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ചിട്ടവട്ടത്തിലൂടെ പോകുമ്പോൾ അതാണ് ദൈവം എന്ന് ചോദിച്ചാൽ അതല്ല ദൈവം. ഒരുപക്ഷെ അത് ദൈവത്തിൻ്റെ നമ്മൾ ഒരു ഡിസിപ്ലിനായിട്ട് അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് അതിൽ നമ്മൾ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥ ദൈവം എന്ന് ചോദിച്ചാൽ ആർക്കും കാണിക്കാൻ. ചിലർ പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന ഇഷ്ട ദൈവം ഏതാണെന്ന് ചോദിക്കും. ഒരുപാട് ദൈവങ്ങളുണ്ട്, അപ്പോൾ അതിലേറ്റവും പവറുള്ള ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനെല്ലാം യുക്തിയോടെയുള്ള മറുപടിയാണ്. ദൈവനിശ്ചയം പോലെ സംഭവിക്കട്ടെ, എന്ത് വലുത് വരാനുള്ളത് ഇങ്ങനെ തീർന്നു കിട്ടി. ഇതെല്ലാം നമുക്കൊരു ആശ്വാസം, ഒരു സമാശ്വാസം, ഇങ്ങനെ ഒരു മാനസികമായി നമ്മളെ കാം ഡൗൺ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എല്ലാം നല്ലതിനാണ്, ഇനിയും നല്ലതേ സംഭവിക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഗീതയിലാണെങ്കിലും എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലാണെങ്കിലും സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. കാരണം അങ്ങനെ ഒരു പോസിറ്റീവായിട്ടാണ് എല്ലാം വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും പോസിറ്റീവ് ആകണമെന്നില്ല, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും വരാം. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? ഇത്രയൊക്കെ ഞാൻ നല്ലത് ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് നന്മകൾ സംഭവിക്കുന്നില്ല? അപ്പോൾ അതിനും ഒരു ഉത്തരങ്ങളില്ല. നമ്മൾ ചെയ്യുന്ന നന്മകൾ അല്ലെങ്കിൽ നമ്മുടെ ശരികൾ ചിലപ്പോൾ മൊത്തത്തിൽ ശരിയാകണമെന്നില്ല. നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ വേറെ ആൾക്ക് നല്ലതാവണമെന്നില്ല. നമ്മളത് വേറെ ആൾക്ക് നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് നല്ലതായി വരണമെന്നില്ല. പല പല കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു അടിസ്ഥാനം, ഒരു സ്ഥാപനത്തിലായാലും ഒരു സ്ഥലത്താണെങ്കിലും നമ്മളെപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചത് എത്ര റിഫൈൻ ചെയ്താലും അതിന് ലൂപ്പ് ഹോൾസ് ഉണ്ടാകും. കാരണം ഇതൊന്നും എല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇപ്പോൾ ഒരു വീട് പണിതിട്ട് എത്ര നാൾ നിൽക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ശരാശരി പറയാൻ പറ്റും. ഇതിൻ്റെ ആ ടെസ്റ്റ് ഈ ടെസ്റ്റൊക്കെ വെച്ചിട്ട് 50 കൊല്ലം നിൽക്കും, അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് വേണം. പക്ഷെ എന്നിരുന്നാലും നാളെ ഒരു ഭൂമികുലുക്കം സംഭവിച്ച് ചിലപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിനും ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇല്ല. ഇപ്പം ചിലർ പറയുന്നു നമ്മൾ കണ്ണിൽ കാണുന്നതെല്ലാം ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ ചിലർ പറയുന്നു ഇത് നിർമ്മിച്ച ആളാണ് ദൈവം, ഇതിൻ്റെ സൃഷ്ടാവാണ് ദൈവം. അപ്പം എനിക്ക് സൃഷ്ടാവിനെ ആരും കാണുന്നില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ സൃഷ്ടിച്ച അച്ഛനെ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം കാണുന്ന ദൈവം അച്ഛനെ അമ്മയെന്ന് പറയുന്നു. പിന്നെ നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരു ദൈവം എന്ന് പറയുന്നു. പക്ഷേ ഇവരെ സൃഷ്ടിച്ചതാര്? ഈ ഭൂമി സൃഷ്ടിച്ചതാര്? ഈ പ്രകൃതിയെ സൃഷ്ടിച്ചതാര്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാര്? അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ഇനി ഒന്നിലും ദൈവമില്ല എന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ ഹാപ്പിയാണ്. ഒരാൾ എന്നെ ചീത്ത വിളിക്കുക, ഞാൻ തിരിച്ച് ചീത്ത വിളിക്കുന്നു, അവിടെ ഒരു അടിയാവുന്നു ഇടിയാവുന്നു, ഒരിക്കലും ഹാപ്പിനെസ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ദൈവം എന്നുള്ളത് ഒരു വലിയ കോൺസെപ്റ്റാണ്. എന്താണ് ദൈവം എന്നുള്ളത്? ഇതൊക്കെ തന്നെയാണ് ദൈവം. ഇതൊരു വട്ടം പോലെയാണ്. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനം എത്തുന്നു.
നമ്മൾ അതുപോലെ തന്നെ ജീവിതവും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ചെയ്യാനില്ലെങ്കിൽ എന്താണ്, നമ്മളെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ജീവിതം തീർന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇനിയും ഇതുപോലത്തെ തോന്നലുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.